ലോക സ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിച്ച പ്രകാരം നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തി എന്നുള്ളത് നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളതിലുള്ള ഒരു വലിയ അറിവാണ്. നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും നമ്മെ മുന്നോട്ട് പോകുവാനൊക്കെ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ആ അറിവാണല്ലോ അത്. അതിനുവേണ്ടി യേശു കർത്താവ് എല്ലാ അർത്ഥത്തിലും തികവുള്ള ഒരു യാഗമായി കാൽവരിയിൽ തന്നെ താൻ സമർപ്പിച്ചു എന്നുള്ളത് ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിക്കാതെ തന്നെയൊക്കെ അറിയാം. എന്നാൽ അന്ന് തന്നോട് കൂടെ നടന്ന ആ ശിഷ്യന്മാരുടെ ഇടയിൽ, അതായത് 3.5 വർഷത്തോളം തൻ്റെ കൂടെ ആയിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ആ യാഗമരണം ഒരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഗെത്സമനയിൽ വെച്ച് യേശുവിനെ പിടിച്ചപ്പോൾ തന്നെ അവരിൽ മിക്കവരും അവിടെ നിന്ന് ഓടിപ്പോയതായി, അല്ലെങ്കിൽ വിട്ടുപോയതായും, അല്ലെങ്കിൽ പ്രാണരക്ഷാർത്ഥം അവർ മാറിപ്പോയതായിട്ടൊക്കെ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് യേശുവിനെ ക്രൂശിക്കുമ്പോഴും യേശുവിന്റെ മൃതശരീരം സംസ്കരിക്കുമ്പോഴും ഒക്കെ അവർ കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനാകാത്തവരെ പോലെ നിരാശരായി അവർ നിന്നു. അവരുടെ ഉള്ളിലൊക്കെ വലിയ പ്രത്യാശയായിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളായിരുന്നു. പല കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നുള്ള വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മരണത്തിന്റെ 3-ാം ദിവസം യേശു കർത്താവ് ഉയർക്കുമെന്ന് അവരിൽ ആരും തന്നെ അത്ര ആഴത്തിൽ വിശ്വസിക്കുകയോ ഓർക്കുകയോ ചെയ്തിരുന്നില്ല. അവർ അതുവരെയും അത്രയും കർത്താവ് പല പ്രാവശ്യം അവരെ ഓർമ്മിപ്പിച്ചിരുന്നു, പല പ്രാവശ്യം അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ അത്ര കണ്ട് അതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, അത്ര ആഴത്തിൽ ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം തന്നെയാണ് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്നൊക്കെ അങ്ങനെ ചിന്തിപ്പാനും മനസ്സിലാക്കുവാനൊന്നും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ യേശു കർത്താവിന്റെ ആ വാക്കുകളെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത യഹൂദ പ്രമാണികൾ ഭയപ്പെട്ടിരുന്നു. മരണത്തിന്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വാക്കുകളെ കൃത്യമായും അവർ ഭയപ്പെട്ടിരുന്നു. അവർ ഉയർപ്പ് നടക്കാതിരിക്കുവാനായി യേശുവിനെ അടക്കി കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെക്കുകയും അതുകൂടാതെ അതിന്മേൽ ഗവൺമെന്റ് മുദ്ര പതിപ്പിച്ച് കാവൽക്കാരെയും നിയോഗിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് സുവിശേഷങ്ങൾ, ആ വേദഭാഗങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടതിന്റെ 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ചരിത്രാതീതമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണല്ലോ. അങ്ങനെ കർത്താവ് ആ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മുമ്പ് തന്റെ ഉയർപ്പിനെ കുറിച്ച് അറിയിച്ചപ്പോൾ അതിനെ അത്ര ഗൗരവത്തോടെ കാണാതിരുന്ന ശിഷ്യഗണത്തിന് മുമ്പിൽ നിരവധി തവണ യേശു കർത്താവ് പ്രത്യക്ഷമായി. ബൈബിളിലെ വിവരണങ്ങൾ അനുസരിച്ച് 12 തവണയായി 500ഓളം ശിഷ്യന്മാർക്ക് മുന്നിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ വലിയ വില കൊടുത്ത് ഈ ക്രിസ്തു മാർഗത്തിന് വേണ്ടി നിലനിന്നത്, അതിനുവേണ്ടി കഷ്ടങ്ങൾ സഹിച്ചത്, അതിനുവേണ്ടി രാജ്യങ്ങൾ കടന്നുപോയത്, അതിനുവേണ്ടി, അല്ലെങ്കിൽ ആ നാമത്തെക്കുറിച്ച് കീർത്തിക്കുവാനും ആ നാമത്തിന് വേണ്ടിയൊക്കെ നിൽക്കുവാനും ഒക്കെ അവർ തയ്യാറായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന ഉറപ്പിന്മേലാണ്. അവരുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ കാര്യം ഉറപ്പിച്ചു കൊടുത്തു. അതിന്റെ ആ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2000 വർഷത്തോളം ഇന്നും നമ്മളും ഈ മാർഗത്തിന് വേണ്ടി വില കൊടുക്കുവാനും, ഈ മാർഗത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനും, അതിനുവേണ്ടി നമ്മളെ തന്നെ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളും ആയിരിക്കുന്നതൊക്കെ ആ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെയൊക്കെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഉറപ്പിന്മേലാണല്ലോ. നമ്മുടെയും വിശ്വാസത്തിന്റെ ആധാരം അത് തന്നെയാണ് പ്രിയമുള്ളവരെ. യേശു ക്രിസ്തുവിന്റെ യാഗമരണവും തുടർന്ന് ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും നമ്മളിൽ ദൈവിക പ്രത്യാശ ഉളവാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി മാറിയിട്ടുണ്ട്. കർത്താവിന്റെ വാഗ്ദത്തങ്ങളിന്മേലുള്ള ആ പ്രത്യാശ അനുദിനം നമ്മുടെ ജീവിതത്തിൽ വളരുന്നുണ്ട്. അത് വളരുന്നത് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് നമ്മൾ ചുവടുകൾ വെക്കുമ്പോഴാണ്. നമ്മൾ ആ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിന്റെ ഭാവങ്ങളിലേക്കൊക്കെ നമ്മൾ പഠിച്ചും നമ്മൾ ഗ്രഹിച്ചും മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ, ആ ഭാവങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ പ്രത്യാശ വർദ്ധിച്ചു വരുന്നത്. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിന്റെ ശത്രുതപരമായ പ്രതികരണങ്ങൾ നമുക്കറിയാം. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ വലിയ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ശത്രുതപരമായ പ്രതികരണങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് യേശുക്രിസ്തു ഇപ്പോഴും നമുക്ക് വേണ്ടി പിതാവിന് മുന്നിൽ മധ്യസ്ഥ ചെയ്യുകയും ധാരാളമായി നമ്മുടെ മേൽ കൃപകൾ പകരുന്നതിനാലുമാണ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തു 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് മുന്നിൽ പലതവണ പ്രത്യക്ഷനായി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നീട് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് നൽകിയ മഹത്തായ നിയോഗത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ആ വാക്യങ്ങളൊന്ന് ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനം
അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ വാക്യങ്ങളിലെ ആശയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ വായിക്കുകയും പല പ്രസംഗങ്ങളും പല ദൈവദാസന്മാരൊക്കെ വളരെ വ്യക്തമായും വളരെ മനോഹരമായി ഈ ആശയങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാർ യേശുവിന് വേണ്ടി ലോകത്തിൽ ഒരു ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണമായിരുന്നു. അവരുടെ കാരണം അന്നത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് മുന്നിൽ നിന്ന് പുരോഹിതന്മാരുടെയും മതപ്രമാണികന്മാരുടെയും ഒക്കെ ചോദ്യങ്ങളൊക്കെ യേശു കർത്താവായിരുന്നു നേരിട്ടിരുന്നത്. എന്നാൽ യേശു കർത്താവ് ഒരു നിമിഷത്തിൽ മാറിക്കഴിഞ്ഞപ്പോൾ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് നേരെ ആ ചോദ്യത്തിന്റെ ആ അമ്പുകളൊക്കെ അവർക്ക് നേരെ തിരിഞ്ഞു വന്നു. അവരോടായിരുന്നു ചോദ്യം. അവർ എല്ലാവരും ആ ഒരു നിലയിലേക്ക്, പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറിപ്പോയി. അവർ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി കർത്താവിനെ സേവിക്കണമായിരുന്നു. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണമായിരുന്നു. ആ നിയോഗങ്ങളായിരുന്നല്ലോ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കൂടാതെ ആ വിശ്വാസം സ്വീകരിപ്പാൻ മനസ്സ് വെക്കുന്നവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അതിൽ വളരുവാനും അവർ സഹായിക്കണമായിരുന്നു. ആ നിലയിലൊക്കെയാണ് അവരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ. നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളുടെ ക്രോഡീകരണം പോലും നോക്കുകയാണെങ്കിൽ അതിന് തക്കതായ നിലയിലാണ് സുവിശേഷങ്ങൾ കഴിഞ്ഞ്, ലേഖനങ്ങൾ കഴിഞ്ഞ്, ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകം വരെ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ തിരുവചനം സുവിശേഷം കേട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് അതിൽ പരിജ്ഞാനത്തിൽ വളർത്തി ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന നിലയിൽ തന്നെയാണ് പുതിയ നിയമ പുസ്തകങ്ങളുടെ ക്രമീകരണം പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ മഹത്തായ നിയോഗങ്ങളെ അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ലായിരുന്നു. ഒരു വലിയ നിയോഗമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പക്ഷേ അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ലായിരുന്നു. അതിനെ അവർ ലോകമെമ്പാടും യാത്ര ചെയ്യണമായിരുന്നു. അത് അവരോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ്. ലോകമെമ്പാടും പോകുവാൻ, ലോകമെങ്ങും അത് ചെയ്യണമായിരുന്നു. എന്നാൽ ആ യാത്രയിൽ യേശു തന്നെ അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അവർക്ക് നൽകിയിരുന്നു. എവിടെ പോയിരുന്നാലും എവിടെയായിരുന്നാലും യേശു അവരോട് കൂടി ഉണ്ടാകുമെന്നുള്ള ആ ഉറപ്പ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വേദഭാഗത്ത് തന്നെ കാണുന്ന 4 സാർവത്രികതകളെയാണ്. അതൊന്ന് ലിസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സകല അധികാരവും, രണ്ടാമത് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, അതിൽ സകല നിയമങ്ങളെയും, അതുപോലെ സകല ജാതികളും, പിന്നെ ഏറ്റവും അവസാനമായി എല്ലാ നാളും. ഇങ്ങനെ 4 സാർവത്രികത നമുക്ക് ഈ 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് യേശു കർത്താവിന് നൽകപ്പെട്ട സകല അധികാരവുമാണ്. കർത്താവിന്റെ ആ അവകാശത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഒരു സംശയവും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആദ്യമായി ഈ വാക്കുകളെ കേട്ടത് ശിഷ്യന്മാരാണ്. അവിടെ തന്റെ സ്വർഗാരോഹണത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ അവസാനമായി കർത്താവ് ഈ ആശയങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ ആഹ്വാനം നൽകുമ്പോൾ അത് കേട്ട ശിഷ്യന്മാർക്ക് അവർക്ക് കർത്താവിന്റെ അധികാരത്തെക്കുറിച്ച് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം യേശുക്രിസ്തു ഭൂമിയിൽ ശിഷ്യന്മാരോട് കൂടിയായിരുന്നപ്പോൾ അവരുടെ അടുക്കൽ വന്നു ചേരുന്ന ഒരു രോഗിയുടെയും സൗഖ്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. ഇവൻ കർത്താവിന്റെ അടുക്കൽ വരാതെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഒരു റെക്കമെൻഡേഷൻ എന്ന പോലെ ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ അവർ ആ രോഗികളൊക്കെ കർത്താവിന്റെ അടുക്കിലേക്ക് നയിക്കുമായിരുന്നു. അവർക്ക് ആർക്കും സംശയമില്ലായിരുന്നു അവന്റെ രോഗത്തിന് ഒരു സൗഖ്യമോ അല്ലെങ്കിൽ വിടുതലോ ഇല്ലാതെ അവൻ മടങ്ങത്തില്ല എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ലായിരുന്നു. കർത്താവ് അതെല്ലാം പരിഹരിക്കുമുള്ള നല്ല ഉറപ്പോടുകൂടി തന്നെ അവർ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. എത്ര പഴക്കമുള്ളതായാലും എത്ര ഗുരുതരമായാലും യേശുക്രിസ്തുവിന്റെ ഒരു വാക്കിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു സ്പർശനത്തിന് മുമ്പിൽ അതെല്ലാം സൗഖ്യമായിരുന്നു എന്നുള്ളത് സുവിശേഷങ്ങൾ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ കല്ലറയ്ക്കുള്ളിൽ അഴുകിയ രൂപത്തിലാണെങ്കിലും ലാസർ കർത്താവിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നിരുന്നു എന്നുള്ളതും അവരുടെ മുമ്പിൽ അതുണ്ടായിരുന്നു. അതുപോലെ പ്രകൃതിയുടെ ഭാവങ്ങളെ നിയന്ത്രിക്കാനും ഭൂതങ്ങളോട് കൽപ്പിക്കാനും യേശുവിന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശിഷ്യന്മാർക്ക് അതിൽ ഒരു സംശയം അല്ലെങ്കിൽ കർത്താവിന്റെ അധികാരത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. എങ്കിലും അവൻ ജഡത്തിലായിരുന്നതിനാൽ ചില പരിമിതികൾ നമുക്ക് കാണാനാകുമായിരുന്നു. അതായത് യേശു ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സുവിശേഷങ്ങളോട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്കും ശമരിയിലേക്കും തിരിച്ചും അല്ലെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ചു വരാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എത്തിച്ചേരുവാനൊക്കെ ദിവസങ്ങളോളം കാൽനടയായി യേശു യാത്ര ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. യേശുക്രിസ്തു പൂർണ്ണമായും ഒരു മനുഷ്യനും കൂടി ആയിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ അത് സാധൂകരിക്കുന്നുണ്ട്. വിശക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അതുപോലെ അവൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ക്ഷീണമുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കൂടിയാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുമ്പുണ്ടായിരുന്ന സ്ഥിതിയല്ല ഇപ്പോൾ എന്ന അവിടെ ആ വാക്കുകളിലൂടെ അവിടെ വ്യക്തമാക്കുകയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്
പൗലോസ് അതിനെക്കുറിച്ച് എഴുതിയത് നമുക്കറിയാവുന്ന ഒരു വാക്കുമാണ്, നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി എന്നുള്ള ആ വാക്യം അവിടെ കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ അവിടെ വിശദീകരിക്കുകയാണ്. മരണത്തെ ജയിച്ചതിലൂടെ യേശുക്രിസ്തുവിൽ എല്ലാ അധികാരവും വീണ്ടും കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് ആ മഹത്തായ നിയോഗത്തിന് മുമ്പിൽ സകല അധികാരവും എന്നിൽ എത്തി എന്നുള്ള കർത്താവ് അറിയിക്കുന്നതിലൂടെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ യഥാർത്ഥ പരമാധികാരിയാണെന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് അതിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശുക്രിസ്തു സൃഷ്ടാവായതിനാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിന്റെയും പരമാധികാരി യേശു കർത്താവ് തന്നെയാണെന്ന് ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. എല്ലാത്തിന്റെയും, കാരണം അവൻ സൃഷ്ടാവാണ്. ഇവൻ പാപം ചെയ്തിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയെങ്കിലും അവനിലും ദൈവത്തിന്റെ പരമാധികാരത്വം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് ആ അധികാരത്തെ കുറിച്ച് എഴുതിയത് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, വാക്യങ്ങളിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ഇന്ന് രാത്രി പാട്ടുകൾ പാടിയപ്പോൾ ബേബിച്ചൻ പറഞ്ഞു, നമ്മുടെ രാഷ്ട്രപതിയെ നിയമിച്ചത് പോലും നമ്മുടെ കർത്താവാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എല്ലാത്തിലും, രാജാക്കന്മാരാകട്ടെ, അധികാരികളാകട്ടെ, എല്ലാത്തിലും ദൈവത്തിന്റെ അധികാരമുണ്ടെന്നുള്ള കാര്യം ഈ വാക്കുകളൊക്കെ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്, നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഉൾപ്പെടെ ഭൂമിയിലെ സകല മനുഷ്യരും ക്രിസ്തുവിനാലും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടതിനാൽ സകലരും ആ അധികാര പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം നാം അറിയാം. എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവ മക്കളുടെ മേൽ ഉള്ള ക്രിസ്തുവിന്റെ അധികാരത്തിന് കുറെ കൂടെ പ്രാധാന്യമുണ്ട്. കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു പ്രാധാന്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മളെ ഓരോരുത്തരെയും യേശു കർത്താവ് വീണ്ടെടുത്തതിനാൽ, അതായത് വില കൊടുത്ത് വാങ്ങിയതിനാൽ കർത്താവിന് നമ്മുടെ മേൽ ഒരു പ്രത്യേക അധികാരമുണ്ടെന്നുള്ളത് നാം അറിയുക. എല്ലാ മനുഷ്യരെ പോലെയുമല്ല, അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സവിശേഷ അധികാരം നമ്മുടെ മേലുണ്ടെന്നുള്ളത് നാം അറിയാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം, അതിനെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അറിയിക്കുന്നതിലൂടെ നമ്മളിലെ ദൈവിക അധികാരത്തിന് ഒരു പ്രത്യേക പ്രസക്തി ഉണ്ടെന്നുകൂടി അതിൽ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് യേശു കർത്താവിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ശിഷ്യന്മാരിൽ മാത്രമല്ല, വിശ്വസിച്ച് കൃപയാലുള്ള ജീവരക്ഷ പ്രാപിക്കുന്ന സകലരിലുമുള്ള അധികാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ ആ മഹത്തായ നിയോഗത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ അധികാര പ്രഖ്യാപനമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതിന് നിരവധി ഭാഗങ്ങളുണ്ട്. നമുക്ക് അല്പം കൂടെ വിശദമായി ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗത്തിലെ അധികാരം എന്നുള്ളതാണ്. സ്വർഗത്തിലെ എല്ലാ അധികാരവും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ അവൻ അതിശയിപ്പിക്കുന്ന ഒരു വാദം അല്ലെങ്കിൽ ഒരു അവകാശവാദം അവിടെ ഉന്നയിക്കുകയായിരുന്നു. അതായത് സ്വർഗത്തിലെ സകല അധികാരം എന്ന് പറയുമ്പോൾ, കാരണം സ്വർഗത്തിന്റെ അധികാരം എന്നത് ദൈവത്തിന്റെ അധികാരമാണ്. സ്വർഗത്തിലെ അധികാരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ, അല്ലെങ്കിൽ ദൈവം തന്നെയാണെന്നുള്ള ആ കാര്യം, ആ അവകാശവാദത്തിലൂടെ തന്റെ ദൈവത്വത്തെയും കൂടി ശിഷ്യന്മാരുടെ മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. പിതാവായ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം യേശുവിനും ചെയ്യാൻ കഴിയും, കാരണം പിതാവിന്റെ അധികാരവും പുത്രന്റെ അധികാരവും ഒന്ന് തന്നെയാണെന്ന് ആ വാക്കുകളിലൂടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അറിയിക്കുകയായിരുന്നു. തന്റെ ശിഷ്യന്മാരോട് സഞ്ചരിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അവർക്ക് യേശുക്രിസ്തു ഭക്ഷണം വിളമ്പി നൽകുകയും കൂടാതെ അവരുടെ കാലുകൾ കഴുകി അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ പക്കലേക്ക് സ്വർഗത്തിലെ സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുമ്പോൾ ഒരുപക്ഷെ ആ ശിഷ്യന്മാരിൽ ഒരു അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കാം. അവർ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടിരിക്കാം. അതുവരെ യേശുക്രിസ്തു അവരുടെ ഗുരുവായിരുന്നു, നേതാവായിരുന്നു, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രവാചകനായിരുന്നു. അവരെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുമായിരുന്നു, രോഗികൾക്ക് സൗഖ്യം നൽകാൻ കഴിയുമായിരുന്നു, മരിച്ചവരെ വിളിച്ചു വരുത്തുമായിരുന്നു, ഒക്കെ സംഭവിക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു ദൈവത്തിന്റെ ഈ പൂർണ്ണ അധികാരത്തിലേക്കൊന്നും, ആ ഒരു വലിയ അറിവിലേക്കൊന്നും അവർ എത്തിക്കാണുമായിരുന്നില്ല. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവ് അവരിൽ വന്ന ശേഷം യേശുക്രിസ്തു ദൈവമാണ് ശക്തിയോടെ അവർ പ്രസംഗിച്ചത് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ആ ചരിത്ര പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് അത് വായിച്ച എല്ലാവർക്കും അറിയാമല്ലോ. അവർ പീഡനങ്ങളെ ഭയന്നില്ല, രാജാക്കന്മാരെ ഭയന്നിരുന്നില്ല, തടവറകളെ ഭയന്നിരുന്നില്ല. അവർ ശക്തിയോടെ അത് പ്രസംഗിക്കുവാൻ കാരണമായിരുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുചെന്നതിലൂടെയാണ്.
നേരം സ്വർഗത്തിലെ അധികാരത്തെ കുറിച്ച് നമ്മൾ കണ്ടു. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മീയ ശക്തികളുടെ മേലുള്ള അധികാരമാണ്. സ്വർഗത്തിലെ സകല അധികാരവും തനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ള യേശുവിന്റെ അവകാശവാദത്തെ പുതിയ നിയമ അല്ലെങ്കിൽ പുതിയ നിയമത്തിലുള്ള മറ്റ് ലേഖനങ്ങളിലുള്ള മറ്റു പരാമർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈശാചിക ശക്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആത്മീയ ശക്തികളിലേക്കും ആ അധികാരം വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുന്നുണ്ട്. പലപ്പോഴും പൈശാചിക ശക്തികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ദൈവവുമായിട്ടുള്ള യുദ്ധത്തിലാണ്, അതെപ്പോഴും അങ്ങനെ ഒരു ചിന്തയാണല്ലോ ലോകത്തിൽ പല മേഖലകളിൽ നടക്കുന്നത്. ഏകദേശം തുല്യ ശക്തികൾ ഏറ്റവും അവസാനം ആത്യന്തികമായി നന്മ ജയിക്കും എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഈ പറയുന്ന പൈശാചിക ശക്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആത്മീയ ശക്തികളുടെ മേലും പൂർണ്ണ അധികാരം കർത്താവിനുണ്ടെന്ന് ആ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. ഓരോ ക്രിസ്തു ഭക്തരും തങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടുന്ന ആത്മീയ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ വിവരിക്കുന്ന വേദഭാഗം നമുക്കറിയാം. ആ വാക്യം ഒന്ന് ഞാൻ വായിക്കട്ടെ. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമുക്കൊരു പോരാട്ടം, നമ്മൾ ആത്മീയ പോരാട്ടമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണല്ലോ. ഈ വേദഭാഗത്ത് പൗലോസ് ക്രിസ്തുവിന് ശിഷ്യന്മാരാകുവാനും ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുമുള്ള നമ്മുടെ പോരാട്ടത്തിൽ നാം നടത്തുന്ന പോരാട്ടങ്ങൾ ആത്മീയവുമാണ്, കൂടാതെ നാം നേരിടുന്ന ശത്രുക്കൾ പൈശാചികവുമാണെന്ന് എഫെസോസിലെ വിശ്വാസികളെയും അതുപോലെ നമ്മളെയും ആ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ പോരാട്ടത്തെ അതിശയോക്തി കലർത്തി പ്രസംഗിച്ച് ഭയപ്പെടുത്തുന്ന പ്രസംഗരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇടയിലൊക്കെ വന്ന് അങ്ങനെ പ്രസംഗിക്കുന്നവർ കണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ആ വാക്കുകളൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ പരിചിതമാണ് ആ രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിഹാര മാർഗങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കാറുണ്ട്. 3 ദിവസ ഉപവാസ പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രത്യേക സ്ഥിതിയുള്ളവരെ വിളിച്ചു വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ ഇന്ന് രാത്രി കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരുടെ, ഇങ്ങനെ ഒരു പോരാട്ടം നമുക്കുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ അറിവിൽ നാം നിരാശരാകുകയോ പരിഭ്രാന്തരാകുകയോ ചെയ്യരുത്. കാരണം ഈ ശക്തികൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ശക്തികളും യേശു കർത്താവിന്റെ പൂർണ്ണമായ അധികാര പരിധിയിൽ തന്നെയാണെന്നുള്ളതാണ് ആ തിരുവചനം മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച ആ കുറുവാക്യത്തിലൂടെ കർത്താവ് നമ്മുടെ അരുളി ചെയ്തത്. സകല ശക്തികളും അവന്റെ അധികാര പരിധിയിൽ തന്നെയായിരുന്നു. എഫെസ്യ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ അതിന്റെ ആദ്യ അധ്യായത്തിൽ പൗലോസ് അറിയിക്കുന്ന ആ യേശു കർത്താവിന്റെ പദവികളിലും ശുശ്രൂഷകളിലും നമുക്ക് ധൈര്യത്തോടെ അതിനെക്കുറിച്ച് അറിയുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് ആ അധികാരത്തിന്റെ കീഴിലായിരിക്കാൻ കഴിയും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 20-21 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത്രയും വലിയ പദവിയിൽ, അത്രയും വലിയ അത്രയും വലിയ പദവി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു മാനുഷികമായ നിലയിലല്ല, ആത്മീയമായ നിലയിൽ അത്രയും ഉയർന്നതായ ആ ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ മുന്നിൽ നമുക്ക് ധൈര്യത്തോടെ ആയിരിക്കാൻ എന്നുള്ള ആ വലിയ സന്ദേശമാണ് അതിലൂടെ ഇന്ന് രാത്രി നമുക്ക് പറയുന്നത്. ഇനി മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്മാരുടെ മേലുള്ള അധികാരത്തെ കുറിച്ച്. ഭൂമിയിലുള്ള എല്ലാ അധികാരവും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ അധികാരത്തിൽ ഭൂമിയിലുള്ള മനുഷ്യർ ഉൾപ്പെടുന്നു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സകല മനുഷ്യരും സകല സൃഷ്ടികളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ അവരിൽ നേരിട്ട് കേട്ട ശിഷ്യന്മാരും കൃപയിൽ രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അത് അല്പം കൂടെ വ്യത്യസ്തമായ ഒരു സവിശേഷ അധികാരം തന്റെ ഭക്തന്മാരിൽ അല്ലെങ്കിൽ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അല്പം സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ അധികാരത്തെക്കുറിച്ച് അറിവില്ലാത്തവരെയും അതുപോലെ അതിനെ ഗൗരവമായി കാണാത്തവരെയും അവർ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ആ ധാർമ്മിക അധപ്പതനത്തിന് തന്നെ ദൈവം അവരെ വിട്ടുകൊടുത്തു എന്നുള്ളത് റോമാ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ ഭാഗം നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ അധികാരത്തെ ആ അധികാരം നമ്മുടെ മേൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ ആ നിലയിൽ ഗൗരവത്തോടെ കാണുകയും അതിന് ആ നിലയിലുള്ള ആ പ്രാധാന്യം നൽകുകയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രിയരെ, കർത്താവിന്റെ ഈ അധികാരം വ്യക്തമായും തന്റെ എല്ലാ ശിഷ്യന്മാരിലേക്കും വ്യാപരിക്കുന്നുണ്ട്. കൂടാതെ അത് അവരുടെ സ്വഭാവങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ അധികാരം വരുമ്പോൾ നമ്മളൊക്കെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ്. നമ്മുടെ മേൽ പല വിധത്തിലുള്ള അധികാര സ്രോതസ്സുകളുണ്ട്. നമ്മൾ അതിനെയൊക്കെ ആ നിയമങ്ങളാൽ നമ്മൾ ആ അധികാരത്തിനൊക്കെ നമ്മൾ വിധേയരായി നാം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഓരോ രാജ്യത്തിലുള്ള ഓരോ കൾച്ചറും ഓരോ സംസ്കാരങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത് അതാത് രാജ്യത്തിന്റെ നിയമങ്ങളും സംസ്കാരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന്റെ അധികാരത്തിന്റെ അതിന്റെ കീഴിൽ നാം തുടരുമ്പോൾ ക്രിസ്തുയേശുവിന്റെ ഭാവത്തിലേക്ക്, ക്രിസ്തുയേശുവിന്റെ കൽപ്പനകളിലേക്ക് നാം ആ അധികാരത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ
ആ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് നാം ഓരോരുത്തരും വളർന്നു വരുന്നു, നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ എല്ലാം തന്നെ അനുസരിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുവാനാണ് നമുക്ക് ഓരോരുത്തർക്കും ആ സ്വർഗീയ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ സ്വർഗീയ ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നാം അറിയാം. കർത്താവിന്റെ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവരെ യേശുവിന്റെ തന്നെ സ്നേഹിതന്മാർ എന്ന് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗമൊക്കെ നമുക്കറിയാലോ, സ്നേഹിതന്മാർ, കാന്ത, അങ്ങനെ ഒത്തിരി പദങ്ങൾ ഉപയോഗിച്ച് അത്രയും പ്രിയപ്പെട്ടത് എന്നുള്ള ആ നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് നാം ഓർക്കുക. ഇതിന്റെ മധ്യേ നാം യേശുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ നാം അവന്റെ സുഹൃത്തുക്കളല്ല അല്ലെങ്കിൽ സ്നേഹിതന്മാരല്ല, തീർച്ചയായും നാം അവന്റെ ശിഷ്യന്മാരുമല്ല എന്നുള്ളത് കൂടെ നാം അറിയട്ടെ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അങ്ങനെ അവന്റെ സ്വഭാവത്തിലേക്ക് വളരുന്നില്ലെങ്കിൽ, അവന്റെ ഭാവങ്ങളിൽ എത്തുന്നില്ലെങ്കിൽ, അവന്റെ അധികാരത്തിന്റെ കീഴിൽ ആ നിലയിൽ നമുക്ക് അതിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കുക. ക്രിസ്തുയേശുവിൽ അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനാൽ രക്ഷിക്കപ്പെട്ട ക്രിസ്തുശിഷ്യയിലുള്ള ക്രിസ്തുവിന്റെ ഈ അധികാരം മഹത്തായ ആ ദൈവിക ദൗത്യത്തിൽ നമ്മുടെ പങ്കാളിത്തെയും ഉറപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതൊരു മഹത്തായ നിയോഗമാണ്. ആ 2-3 വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടത്. ആ നിയോഗത്തിലുള്ള അല്ലെങ്കിൽ ആ ദൈവിക ദൗത്യത്തിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെയും കൂടിയാണ് ആ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മളിലുള്ള അധികാരം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കുന്നുണ്ടത്. അതുകൊണ്ട് നാം അറിയാം, കർത്താവിൻ രക്ഷിതാവായ യേശുവിന്റെ അധികാരത്തിന് കീഴിലായതുകൊണ്ടാണ് നാം അവന്റെ സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. നാം ഏത് രാജ്യത്തിലായിരുന്നാലും പല കാരണങ്ങൾ കൊണ്ട്, പല സന്ദർഭങ്ങൾ കൊണ്ട്, പല വിഷയങ്ങൾ കൊണ്ടൊക്കെ നാം പല സ്ഥലങ്ങളിലേക്കൊക്കെ നാം കയറിപ്പോയിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ തന്നെ നാം തുടർന്നേക്കാം. എങ്കിലും അവിടെയൊക്കെ അവന്റെ സുവിശേഷം നാം പ്രസംഗിക്കാൻ കാരണം നാം ആ യേശുവിന്റെ അധികാരത്തിന്റെ കീഴിലായിരിക്കുന്നത് കൊണ്ടാണ്. വിശ്വസിച്ച് ആ അധികാരത്തിന് കീഴിലാകുവാൻ സമർപ്പിക്കുന്ന ജാതി, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ സകലരെയും ശിഷ്യരാക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുകയും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ആ അധികാരത്തിന്റെ കീഴിലായതുകൊണ്ടാണ്. നാം അതിനുവേണ്ടിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം നാം അറിയാം. അതുകൊണ്ട് ശിഷ്യന്മാരുടെ മേലുള്ള ആ വലിയ അധികാരം നമ്മുടെ മേലുണ്ടെന്നുള്ളത് നാം അറിയാം. ഇനി ഞാൻ അടുത്ത 4-ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജനതകളുടെ മേലുള്ള അധികാരമുള്ളത് നമുക്ക് കാണാം. അങ്ങനെ ഒരു അധികാരത്തെ നമുക്ക് ആ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ അധികാരം വ്യാപിക്കുന്ന 4-ാമത്തെ മേഖല, അത് പറയുന്നത് 4-ാമത്തെ മേഖല എന്ന് പറയുമ്പോൾ അവന്റെ അധികാരം ഇതുവരെ അംഗീകരിക്കാത്ത രാഷ്ട്രങ്ങളിലും ജനതകളിലുമാണ്. നമുക്ക് ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേലിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ഗുരുവും അവന്റെ 12 ശിഷ്യന്മാരിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് ഒതുങ്ങിയില്ല. ശമരിയിലും യെരുശലേമിലും അത് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ എത്തി, ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ ട്രൈബുകളിലും ഒക്കെ എത്തി എന്നുള്ളത് നമുക്കറിയാമല്ലോ. അന്നേരം ആ കർത്താവിന്റെ അധികാരം വ്യാപിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സൃഷ്ടി എന്ന നിലയിൽ സകലരിലും ഒരു ദൈവിക അധികാരമുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ ശിഷ്യൻ എന്ന രീതിയിലുള്ള ദൈവിക അധികാരം സാധ്യമാകുന്നത് അവിടങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരിലൂടെ ദൈവം നടത്തിയെടുക്കുന്ന ദൗത്യങ്ങളിലൂടെയാണെന്നുള്ളത് നാം അറിയാം. അവിടെയാണ് ആ ദൈവിക അധികാരത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ പ്രസക്തി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രസക്തിയുള്ള അധികാരം വെളിപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതായത് ക്രിസ്തു മാർഗം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ജാതിയുടെയോ സംഘടനയുടെയോ സ്വകാര്യ അനുഭവമല്ല എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും അങ്ങനെ ക്ലെയിം ചെയ്യാറുണ്ട്. പല രാജ്യങ്ങളും ക്രിസ്തു രാജ്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ തന്നെയായിട്ടല്ല എന്നുള്ളത് നാം അറിയാം. അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒരു കൂട്ടം ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് ലോകത്തിൽ എല്ലായിടത്തും എല്ലാവരിലേക്കും വ്യാപരിക്കേണ്ട ദൈവത്തിന്റെ ദൈവികമായ രക്ഷാ പദ്ധതിയാണ് ക്രിസ്തീയ മാർഗം എന്നുള്ളത് നാം അറിയട്ടെ. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വലിയ സന്ദേശം എപ്പോഴും നമ്മുടെ ഉള്ളത്തിലുണ്ടാകട്ടെ. കഴിഞ്ഞ 2000 വർഷങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ എല്ലാ ജനതകളുടെ ഇടയിൽ നിന്നും ഈ സന്ദേശത്തെ ആവേശത്തോടെ സ്വീകരിക്കാൻ അനേകർ തയ്യാറായത് ആ അധികാരം സകല ജനതകളിലും ഉള്ളതിലാണ്. ദൈവത്തിന്റെ ശ്രേഷ്ഠാധികാരം സകല ജനതകളിലും സകല തെരഞ്ഞെടുക്കപ്പെട്ടവരിലും ഉള്ളതിനാലാണ് അനേകർ ഈ കർത്താവിനെ അനുസരിപ്പാൻ, ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ, അത് സന്തോഷത്തോടെ ദൈവസഭയിലേക്ക് അടുത്തു വരുവാനൊക്കെ ഇടവന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നത് ഏതെങ്കിലും മാനുഷിക പ്രേരണകളാലോ
വാഗ്ദാനങ്ങളാലോ സംഭവിക്കുന്നതല്ല. അത് ഒരു മതപരിവർത്തനമോ അങ്ങനെ ഒന്നിലൂടെ സംഭവിക്കുന്ന ഒന്നല്ല എന്നുള്ളത് നാം അറിയട്ടെ. അത് ക്രിസ്തീയ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നതിലൂടെയും സാധ്യമാകുകയില്ല ഈ സവിശേഷ അധികാരത്തിന് അവകാശികളാകുന്നത്. ഇത് സാധ്യമാകുന്നത് ദൈവം ഒരുക്കുന്ന രക്ഷാ പദ്ധതിയിൽ വിശ്വസിക്കുകയും തുടർന്ന് അവന്റെ അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഒക്കെയും അനുസരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രമാണിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് വളരുന്നതിലൂടെയാണ് ആ അധികാരം നമ്മളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് സന്ധ്യയ്ക്ക് ഈ ദൈവിക സന്ദേശത്തെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യഥാർത്ഥമായും സ്വന്തം ജീവിതത്തിൽ ആ ദൈവിക അധികാരത്തിന്റെ ശ്രേഷ്ഠതകളെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നവരാണോ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കുക. ഞാൻ ഒന്ന് രണ്ട് മൂന്നാല് പോയിന്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അധികാരം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിപ്പാൻ ഇന്ന് രാത്രി വരട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരിടേണ്ടി വരുന്ന എല്ലാത്തിലും നമ്മോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണോ എന്ന് നമുക്ക് തന്നെ ഒന്നുകൂടെ പരിശോധിക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച പ്രിയപഞ്ചൻ സാർ പറഞ്ഞിരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കർത്താവ് എല്ലായ്പ്പോഴും നമ്മളോട് കൂടെ ഉണ്ടെന്നൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് അവന്റെ ആ ദൗത്യത്തിൽ പങ്കാളികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ആ സവിശേഷ അധികാരത്തിന്റെ കീഴിലായിരിക്കുമ്പോഴാണെന്നുള്ളത് നാം ഓർക്കുക. നാം അത് മറന്നു പോകരുത്. എല്ലാത്തിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം നമ്മെ സന്തോഷിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആ സാന്നിധ്യം അത് നമ്മളോട് എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. നമ്മളിലുള്ള ക്രിസ്തുയേശുവിന്റെ അധികാരം യേശുവിന്റെ ഭാവത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വളർത്തുന്നുണ്ടോ എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് പരിശോധിക്കുവാൻ ഇടവരട്ടെ. പ്രിയമുള്ളവരെ, ഇതുവരെയും ആ അധികാരത്തിന് കീഴിലായി തീരുവാൻ കഴിയാത്തവരോട് ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, താമസമേന ലോകത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന നിത്യശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സുപ്രസാദ കാലവും സുപ്രസാദ ദിനവുമാണ് ഇന്ന്. അത് തിരുവചനം അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആയുഷ്കാലം നമുക്ക് തീരുമാനമെടുക്കുവാൻ, വിശ്വസിക്കുവാൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുവാൻ ഒക്കെയുള്ള കഴിയുന്ന ആ ദിവസമാണ് സുപ്രസാദ ദിനവും അല്ലെങ്കിൽ സുപ്രസാദ കാലം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ സ്നേഹനിർഭരമായ ആ ആഹ്വാനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ വലിയ ദൈവിക അധികാരത്തിന്റെ കീഴിലേക്ക് വരുവാൻ നിങ്ങൾക്കും സാധ്യമാണ്. അത് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിനായി സമർപ്പിപ്പാൻ നിങ്ങൾക്കും ഈ പ്രസാദ ദിനത്തിൽ കഴിയുമോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കട്ടെ. ലോകരക്ഷിതാവായ കർത്താവിന്റെ കൃപ നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വാക്കൂടെ പ്രാർത്ഥിപ്പാൻ എൻ്റെ ഒരു പ്രേരണയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ തീരുമാനങ്ങളോടുകൂടി നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് കണ്ണടയ്ക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞ ഈ തിരുവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു സവിശേഷ അധികാരത്തിലേക്ക് ഞങ്ങളെ വിളിക്കുവാൻ അങ്ങേ പ്രസാദമുണ്ടായല്ലോ. ആ അധികാരത്തിന്റെ എല്ലാ യോഗ്യതകളും പൂർത്തീകരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. അതിനെ എപ്പോഴും ആസ്വദിപ്പാൻ, അതിന്റെ ആ പൂർണ്ണതകളിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇതുവരെയും ഈ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ അധികാരത്തിലേക്ക് വരുവാൻ കഴിയാതിരുന്നെങ്കിൽ, ഈ ഭാഗ്യത്തിലേക്ക് വരുവാൻ കഴിയാതിരുന്നെങ്കിൽ, ആ നിത്യരക്ഷയുടെ അവകാശികളാകാൻ തീരാൻ കഴിയാതിരുന്നെങ്കിൽ അവർക്കും ഒരു അവസരം ഉണ്ടാകേണ്ടതിന് പരിശുദ്ധാത്മാവ് അവരിലും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിലൊക്കെ നല്ല പ്രവർത്തികൾ കാണേണ്ടതിനായി ഞങ്ങൾ കർത്താവിന്റെ കരുത്തിൽ തന്നെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാ നാളും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആത്മാവിലെ അറിവ് നമ്മൾ വലിയ ആശ്വാസം പകരുന്നതാണ്. ഞാനത് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ നമ്മോട് കൂടെ ഇരുന്നുകൊണ്ട് കർത്താവ് നമ്മളിലൂടെ തികച്ചെടുക്കുന്ന ദൈവേഷ്ടത്തെക്കുറിച്ച് നമ്മൾ ആരും അറിയാതെ പോകരുത്. ദൈവം ഈ വചനങ്ങളെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമില്ലീ ലാഭം അന്യരെന്നീ ലോകമതി പൂർവപിതാക്കളാമപ്പസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നീ ലാഭം അന്യരെന്നീ ലോകമതി യാത്ര ചെയ്യും
രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ലോകമാം ഗംഭീരവാരിധി വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ